ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു സൈഡ് ഓപ്പൺ ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ നൈറ്റി മെറ്റീരിയൽ അത്യാവശ്യം 3 മീറ്റർ ആറ്റുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇത് അതിന് വേണ്ടിയിട്ട് ലൈനിങ് വെക്കുന്നത്. ലൈനിങ് വെക്കണമെന്നില്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ലൈനിങ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ലൈനിങ് കൂടി, ഇത് കോട്ടൻ്റെ ലൈനിങ് ആണ് കേട്ടോ. ഇത് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ടോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈനിങ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ ലെങ്ത്ത്, മെയിൻ തുണിയുടെ ലെങ്ത്ത് വരുന്നത് 41 ഇഞ്ചാണ് കേട്ടോ. ഞാൻ നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്ത് ഒരു 38 ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ആ ലെങ്ത്ത് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഷോൾഡറും കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഷോൾഡർ വരുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 12 ഇഞ്ചിൻ്റെ നേരെ പകുതി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. പകുതി പറയുമ്പോൾ 6 ഇഞ്ച് വരും. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ ഒന്നിച്ച് ഞാൻ തയ്യൽ തുമ്പുക, നമ്മൾ ഷോൾഡർ നെക്കടിക്കണം, അതുപോലെ സ്ലീവ് ജോയിൻ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് വേണം. തയ്യൽ തുമ്പ് ഞാനൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 6.75 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6.75 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അത് നമുക്കത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക, 6.5 ഇഞ്ച്. അടുത്ത നമ്മൾ മാർക്ക് ചെയ്യുന്ന ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് എടുക്കുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. ഒരു സൈഡിൽ ചെസ്റ്റ് വരുന്നില്ല, 9.5 ഇഞ്ചാണ് കേട്ടോ ഒരു സൈഡിലെ ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ ആ ഒരു 9 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിന് ശേഷം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് മനസ്സിലായില്ലേ. അടുത്ത് നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് ആണ് കേട്ടോ. വേസ്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് ഒരു ഏകദേശം ഒരു 14 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് നമ്മുടെ വേസ്റ്റ് അളവ് എടുക്കാം. വേസ്റ്റ് അളവ് വരുന്നത് 8 ആണ് കേട്ടോ. 8 മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പിന് 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മുടെ വരുന്നത് ഹിപ്പ്. ഹിപ്പ് പറയുമ്പോൾ നമ്മുടെ സൈഡിൻ്റെ ഓപ്പൺ വരുന്ന വശമില്ലേ, ആ ഓപ്പൺ വരുന്ന വശത്തേക്കുള്ള ലെങ്ത്താണ് നോക്കേണ്ടത്. കറക്റ്റ് അതിൻ്റെ ലെങ്ത്ത് നോക്കാം. നമ്മുടെ ഹിപ്പ് ലെങ്ത്ത് വരുന്നത് 20.5 ഇഞ്ചാണ് കേട്ടോ. 20 ഇഞ്ചാണ് വരുന്നത് ഹിപ്പിൻ്റെത്. 1/2 ഇഞ്ച് എന്താ ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ഇതാ 20 ഇഞ്ചാണ് നമ്മുടെ ഹിപ്പിൻ്റെത് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ നമുക്കൊരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ നമ്മൾ 20 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 19.5 ഇഞ്ചിലേക്ക് പിന്നെ വരൽ. എന്താ വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്യില്ല, ഇവിടെ 1 ഇഞ്ച് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. 1/2 ഇഞ്ച് അവിടെ പോകുന്ന സമയത്ത് നമുക്കൊരു 19.5 ഇഞ്ചിലേക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹിപ്പിൻ്റെ അടുക്കത്തെ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എത്ര ലെങ്ത്ത് വേണ്ടത് നോക്കാം. അതിനനുസരിച്ച് 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കാം. അതായത് 20.5 ഇഞ്ചിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് പിന്നീട് 20 ഇഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 20.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ എടുക്കുന്നത് നമ്മൾ ചെസ്റ്റ് അളവില്ലേ, ആ ഒരളവ് തന്നെയാണ് കേട്ടോ. 20 മാർക്ക് ചെയ്തിട്ട് ഇവിടെ എടുക്കുന്നത് 9.5 ഇഞ്ചാണ് കേട്ടോ. 9.5 ഇഞ്ച് ഇതുപോലെ കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് മാത്രമേ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 1 ഇഞ്ച് ഇവിടെ വരുന്നത് 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പിന് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് വരച്ചാലും മതി. ഞാൻ ജസ്റ്റ് ഇതപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ വന്നു. ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം. കാരണം നമുക്ക് നമ്മുടെ ഓപ്പൺ ഇവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്താൽ പിന്നീട് നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് താഴത്തേക്കുള്ളത് നോക്കാം. ടോപ്പിന് താഴത്തിൽ വെടുത്ത് നോക്കാം. അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആദ്യം 37 മാർക്ക് ചെയ്ത്, പിന്നെ 38 എടുക്കുക വെച്ചാൽ 38 മാർക്ക് ചെയ്ത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന 10.5 ഇഞ്ചാണ് കേട്ടോ. 10.5 ഇഞ്ച് 10 ഇഞ്ചാണ് കേട്ടോ. 10 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നിച്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇത് ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ ടോപ്പിൻ്റെ ഇത് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറും ആം ഹോളൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്, അത് നോക്കാം. ഞാനിവിടെ നമ്മുടെ നോർമലായിട്ടുള്ള ആം ഹോള് വരച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രണ്ട് വേറെയാണ് കട്ട് ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതിന് മുന്നേ നമ്മുടെ നെക്കിൻ്റെ അകലം എടുക്കാം. നെക്കിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 2.25 കേട്ടോ.
2.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അത് നമുക്കിത് ഇതുപോലെ 2.25 ഒരു ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് വെച്ചാൽ ആ നെക്ക് അതിനുള്ളിൽ വരച്ചു കൊടുക്കാം. ഞാൻ എടുക്കുന്നത് ഇപ്പോൾ യു നെക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് യു നെക്ക് ഇതുപോലെ വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഒരു ഷോൾഡർ ചെരിവ് വേണം. ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടത്തേക്കൊരു ഷോൾഡർ ചെരിവ് കൊടുക്കണം. ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഷോൾഡർ ചെരിവ് ഒരു 1/4 ഇഞ്ച് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രണ്ടത്തെ നോക്കണ്ടേ. ഫ്രണ്ടത്തെ നോക്കാൻ നമ്മുടെ 6.5യുടെ പകുതി ഏകദേശം ഒരു 3.25 ഇഞ്ചോളം വരും. ആ 3.25 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ആ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിലെ ആ 1/2 ഇഞ്ചിലേ കൂടി കൈക്കുഴി ഒന്നിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം. അപ്പം ഇത് നമ്മുടെ ഫ്രണ്ടത്തെ കൈക്കുഴിയാണ് കേട്ടോ. കുഴിച്ച് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബാക്ക് കൈക്കുഴിയിൽ നമ്മൾ ഈ ഷോൾഡർ ചെരിവ് കട്ട് ചെയ്യാം. ഇതിങ്ങനെ വന്നിട്ട് ബാക്ക് കൈക്കുഴിയിലേ കൂടി വേണം ഫുള്ള് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ലൈനിങ്ങിലും കട്ട് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവിലും നമുക്ക് ഫ്രണ്ട് വശത്തേക്കുള്ള സ്ലീവിന് ചെറിയൊരു ഇതുപോലെ ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേ അളവിൽ വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ലീവിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് കറക്റ്റ് 12.5 ഇഞ്ചാണ് കേട്ടോ. 11 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് സ്ലീവിൻ്റെ. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം 12.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബാലൻസ് മെറ്റീരിയലെല്ലാം കട്ട് ചെയ്യാത്ത വെച്ചാൽ ബാലൻസ് കൊണ്ടുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാത്തത്. ഇത് അമ്മയ്ക്ക് അടിക്കുന്നതാണ് ടോപ്പ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നാൽ മോൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവിനിലേക്ക് നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് എത്ര മാർക്ക് ചെയ്ത് നോക്കാം. ചെസ്റ്റ് അളവ് ഞാൻ മാർക്ക് ചെയ്ത് 9.5 ഇഞ്ചാണ്. ആ 9.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അവിടെ താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരിത് കൊടുക്കാം ലൈൻ. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 2 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വന്നിട്ട് ഇതുപോലെ സ്ലീവ് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് താഴത്തെ സ്ലീവ് റൗണ്ട് വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ 4.5 വരുന്നത്. 4.5 ഇഞ്ച് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഇതിങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്കിനി സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വശം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല തുണി ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഫ്രണ്ടിൻ്റെത് ഇത് ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്നിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുക. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്ലീവ് വെക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും കേട്ടോ ഫ്രണ്ട് ഏത് എന്നുള്ളത്. ഇത് നെക്ക് അടിക്കുക. അതിന് വേണ്ടിയിട്ട് നെക്കൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടത്തെ വശമാണ് കേട്ടോ. ഫ്രണ്ട് വശത്തോട് നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് അടിക്കാം. അതിനുശേഷം നമുക്ക് അത് ഇതുപോലെ വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിനൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അതെനിക്കത് വീഡിയോ എടുക്കാൻ വിട്ടതാണ്. ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുക. ബാക്ക് വശം ലൈനിങ് വെച്ചിട്ട് അടിച്ചിട്ട് പതിച്ചും കൂടി അടിച്ചെടുത്താൽ മതി. എന്നിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം നല്ല വശം, ഫ്രണ്ടിൻ്റെ നല്ല വശം, ബാക്കിൻ്റെ നല്ല വശം ഒന്നിച്ചത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ബാക്ക് വശത്തിൻ്റെ ലൈനിങ്ങിൽ ആ ലൈനിങ്ങിൽ ഇതുപോലെ ഫ്രണ്ട് വശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തും അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് എടുത്തുകൊണ്ട് ആം ഹോളിൻ്റെ അടുത്ത് നമുക്ക് സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട്
നമുക്ക് നമ്മുടെ സ്ലീവ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം നോക്കാം കേട്ടോ. ഇത് ഫ്രണ്ട് വശം കുറച്ച് കുഴിച്ചിട്ടില്ല അതല്ലേ, നെക്കിന് ഇറക്കം വരുന്ന ഫ്രണ്ട് വശം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ സ്ലീവ് നമ്മൾ നേരത്തെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ഫ്രണ്ട് വരുന്ന വശം, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്ന വശം. അത് നോക്കിയിട്ട് ഇതുപോലെ കറക്റ്റ് ഫ്രണ്ട് ടു ഫ്രണ്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ വരുന്ന സമയത്ത് നമ്മൾ കുഴിച്ച് മുറിച്ച ഭാഗം ഫ്രണ്ട് വശത്ത് വരും. അതിന് സ്ലീവിൻ്റെ അടിവശം കൂടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം സ്ലീവൊക്കെ ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്ക് തന്നെ നമുക്ക് നമ്മുടെ സൈഡിൻ്റെ സ്ലിറ്റിന് നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ട് അവിടം വരെ മാർക്ക് ചെയ്യാം. അതുപോലെ സ്ലീവിൻ്റെ എടുക്കുന്നത് നമ്മൾ സ്ലീവിൻ്റെ വിടുത്ത് പിന്നെ 4.5 9 പറഞ്ഞത്, 4.5 എടുക്കുന്നത്. അതും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലിറ്റ് വരെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് വരെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലത്തെ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് എങ്ങനെ അടിക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ആദ്യം നമുക്കൊരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കാം കേട്ടോ. 1/4 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിന് ശേഷം അത് ആദ്യം ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് നമുക്കിത് ഈ ഒരറ്റത്തുനിന്ന് ഈ ഒരറ്റം വരെ ഇവിടം വരെ സ്ലിറ്റ് വരെ അടിക്കുക. എന്നിട്ട് സ്ലിറ്റിൻ്റെ കുറച്ച് മുകളിൽ വരെ നമുക്ക് അടിക്കണം കേട്ടോ. നമുക്കിത് ഇവിടെയാണ് ഓപ്പൺ വരുന്നതെങ്കിൽ അതിനൊരു 1/2 ഇഞ്ച് മുകളിൽ വരെ അടിച്ചിട്ട് വേണം ഓപ്പോസിറ്റ് വശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മുടെ ഓപ്പണിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. കുറച്ച് മുകളിലോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിലോട്ടൊന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഓപ്പോസിറ്റ് വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ 1/4 ഇഞ്ച് ഇവിടെയും മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് നേരെ ഇതുപോലെ താഴത്തേക്ക് വെച്ചിട്ട് നേരത്തെ അടിച്ചതുപോലെ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ താഴത്തേക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശം അടിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ടോപ്പിൻ്റെ നല്ല തുണിയുടെ അടിവശം കൂടി മടക്കി അടിച്ചിട്ട് നമ്മുടെ ടോപ്പ് ഇവിടെ സെറ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം.